ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളും ഫാമിലി ഉണ്ട്, അയൽവക്കക്കാരുണ്ട്. വലിയ യാത്രയൊന്നും അല്ല, ചെറിയൊരു ട്രിപ്പ് പാണിയേലി പോര് വരെ. അപ്പോൾ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞങ്ങൾ കാടിനകത്തുകൂടിയാണ് യാത്ര ചെയ്ത് പോകുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കാടാണ്. നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാകും. മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഈ ചൂടിനൊക്കെ ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഉദ്ദേശം. പിന്നെ കുട്ടികൾ വെക്കേഷനൊക്കെ ആയിട്ട് ആകെ ബോറടിച്ചിരിക്കുമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ യാത്രയെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള പാണിയേലി പോര് വരെ പോകാമെന്ന് കരുതി അയൽവാസികളായ ഒരു 3-4 പേര് കൂടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് എൻട്രൻസ് ആണ് കേട്ടോ. ആ എൻട്രൻസിൽ നമുക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് ഒരു 60 രൂപ മുതിർന്നവർക്കും, അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു 35 രൂപയാണ് വന്നത്. ടോട്ടൽ 335 രൂപയായി ഞങ്ങൾ 5 പേർക്ക്. അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. 10 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ 10 രൂപ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് റിട്ടേൺ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിലൂടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ പല വിധത്തിലുള്ള ബോർഡുകൾ അവർ വച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല, ഡിസ്പോസിബിൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ സ്മോക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്, നമുക്കിവിടെ ആനയുടെ ശല്യമുള്ള ഒരു ഏരിയയാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു ആന വന്നിരുന്നു എന്നിവിടെ ഒരു ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന കുറച്ച് പേരെ തിരിച്ചു വിട്ടു എന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 3-4 ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഊഞ്ഞാലാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി ഡ്രസ്സ് മാറാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി, അതായത് നമുക്ക് കുളിക്കാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ. അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശവും. അപ്പോൾ വഴിയിലേക്ക് നിൽക്കുന്ന ഒരു വലിയ വേരിൽ കുട്ടികളൊക്കെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി വേരിൻ്റെ ശക്തിയൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു. കുട്ടിക്കുരങ്ങനാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ ആടുന്നത് നമ്മുടെ അയൽവാസിയായ നമ്മുടെ സ്വന്തം ഇക്കയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയിലൊക്കെ ആകെ ആനപ്പിണ്ടം ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ലാസ്റ്റ് വളരെ വലിയൊരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നടക്കുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ കാട്ടിലൂടെ അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദൂരം അറിയുന്നില്ല. കുറച്ച് ദൂരം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. 1-2 സ്ഥലത്ത് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് നിന്നു. കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നടന്നു പോയി. അങ്ങനെ പോകുമ്പോൾ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റി. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും, നല്ല വ്യൂസാണ്. പാറകളും അതുപോലെ തന്നെ വെള്ളവും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ചോലയൊക്കെ ആയിട്ട് വളരെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. വലിയ ആളുകളൊന്നും പോകുന്ന വഴിക്കൊന്നും കാണുന്നില്ല, ആരുമില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നോ സ്മോക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വേനലായതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഒക്കെ ചെയ്തിട്ട് തീയൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടുതീ പടരാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എവിടെയും ഒരു പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വളരെ സമാധാനത്തോടു കൂടി യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മുതിർന്നവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും വളരെ ചെറിയ കുട്ടികൾ വരെയും ഈ ഭാഗം ഒന്ന് ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലെത്തി ണ്ട്. വളരെ ഭംഗിയാർന്നൊരു പ്രദേശമാണ്. കുറച്ച് ദൂരം നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നടന്ന് മടുത്തു തുടങ്ങി കേട്ടോ. സ്ഥലം എത്തിയിട്ടില്ല ഇതുവരെയും. ഇതിനൊരു അന്തമില്ല എന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ കൂടി വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ദൂരമായിട്ട് നടക്കുന്നു. ആനപ്പിണ്ടം ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് വഴിയിലെല്ലാം കിടപ്പുണ്ട്. കുറച്ചധികം ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഏറുമാടം കാണാം. ആ ഏറുമാടത്തിൻ്റെ ചോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു സമാധാനം വന്നു. കാരണം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കുളിക്കുന്നതും നല്ല അരുവിയും, അതിന് മുകളിൽ കൂടി ഒരു പാലമുണ്ട്. ആ പാലം കടന്ന് ഞങ്ങൾ പോരിൻ്റെ അക്കരെ ഭാഗം വളരെ മനോഹരമാണ് എന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഇത്ത പറഞ്ഞതും പ്രകാരം ഞങ്ങൾ ആ പാലം കടന്ന് അപ്പുറയിലേക്ക് പോകാൻ ഉള്ള ശ്രമത്തിലാണ്. കൊച്ചുങ്ങൾക്കൊക്കെ കയറാൻ ഇത്തിരി ഭയം തോന്നി ആദ്യം. അതിനുശേഷം ഓരോരുത്തരും കടന്നു പോകുന്നത് കണ്ടപ്പോൾ അവർക്കും ധൈര്യമായി. പിന്നെ ചെറിയൊരു ഹെൽപ്പ് നമ്മളും കൂടി ചെയ്ത് അവരെയും കടത്തി. അങ്ങനെ നമ്മൾ അപ്പുറ സൈഡിൽ നല്ല എന്താണ് കാഴ്ച നമ്മളെയും കാത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയും ആനപ്പിണ്ടത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് മറ്റൊരു പാലമുണ്ട്, ആ പാലം കടന്നു. അവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്. കുളിസീനൊന്നും ഞങ്ങൾ എടുത്തില്ല, തല്ലുകൊള്ളാൻ പറ്റില്ലാത്തത് കൊണ്ട്. നേരെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോകുന്നു.
വെള്ളത്തിലൊക്കെ നിറച്ച് മീനുകളാണ് കേട്ടോ. ചെറിയ ചെറിയ പരലുകളും കല്ലേമുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുകൾ. ഈ കല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഓരോരോ കുഴികൾ പോലെയുള്ള പ്രദേശങ്ങളുണ്ട്. ഈ കാണുന്നത് ഒരു പാമ്പിൻ്റെ പടമാണ് കേട്ടോ. അത് മൂർഖൻ്റെ ആണെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള ഇക്കയുടെ അഭിപ്രായം. എന്തു തന്നെയല്ലെങ്കിലും വലിയൊരു പടമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫുള്ളും നമുക്ക് ഇവിടെ ഇതാണ് ഇതിൻ്റെ എൻഡ്. അതിനപ്പുറയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ കയറുന്ന പ്രദേശത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കുറേ അധികം ആളുകൾ മരിച്ച സ്ഥലമാണ് ഈ അരുവിയിൽ എന്ന്. അതുകൊണ്ട് തന്നെ അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയകളൊക്കെ തിരിച്ച് റെഡ് കൊടികളൊക്കെ നാട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ ആസ്വദിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇന്നത്തെ യാത്ര ഇതോടെ അവസാനിച്ചു. സന്തോഷകരമായ അടുത്തൊരു ദിവസം കാണുന്നതുവരെ നമസ്കാരം.